ഇവിടെ ഇപ്പോൾ വെളിച്ചമായി. പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു രീതിയിലും മേയർ പറഞ്ഞിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതുവരേക്കും അങ്ങനെ വെള്ളത്തിന് ഈ പ്രാവശ്യം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും. പിന്നെ എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളുടെ കൂടെ ഉള്ള സംഘടനകളും ഇതാണ് കൗൺസിലർ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിഗംഭീരമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങളുടെ കോർപ്പറേഷൻ ഭരണം മാറിയപ്പോഴത്തേനും എല്ലാം മാറിയപ്പോൾ ആകെ എല്ലാത്തിലും മാറി വന്ന് നല്ല മേയർക്കും ഡെപ്യൂട്ടി മേയറാണ് ഞങ്ങളിത് ഉദ്ഘാടനം ചെയ്ത്. മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ഞങ്ങളെ വളരെ എന്ത് പറയണമെന്ന് അറിയില്ല, ആ രീതിയിൽ ഞങ്ങളുടെ ഈ ആറ്റുകാൽ പൊങ്കാല അതിഗംഭീരമാക്കി തന്നു. ഇതിന് മുന്നിലുള്ള മേയർമാർ ചെയ്തത് അല്ല, ആ രീതിയല്ല ഇപ്പോഴത്തേത്. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി നമ്മുടെ തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം ഭക്തരുടെ കയ്യടി വാങ്ങിയ ഒരു ഭംഗിയായിട്ടുള്ള ഒരു ആറ്റുകാൽ പൊങ്കാലയാണ് നടക്കാൻ പോകുന്നത്. എന്നാൽ മറുവശത്ത് ഈ ആറ്റുകാൽ പൊങ്കാലയെ അട്ടിമറിക്കാനായി പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഏകദേശം അമ്പല പരിസരത്ത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വെള്ളക്കെട്ടെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ചില വ്ളോഗർമാർ വീഡിയോകൾ പ്രചരിപ്പിക്കുകയും ഭക്തരിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള റിവ്യൂകൾ ശേഖരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഈ ഒരു കോർപ്പറേഷനെ താഴ്ത്തിക്കെട്ടാനുള്ള അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾ നടത്താനുള്ള പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി തന്നെ ഇവർ സൃഷ്ടിക്കാനുള്ള ഒരു സംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കോർപ്പറേഷൻ കയറിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെന്നാണോ പറയുന്നത്? അല്ലല്ല, ഒരിക്കലുമല്ല. ഇപ്പോൾ ഈ കോർപ്പറേഷൻ വന്ന ശേഷം നമുക്ക് കൂടുതൽ 80% നല്ല കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്നാലും കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെടാനുണ്ട്. കുടിവെള്ളത്തിൻ്റെ തന്നെ അല്ലാതെ കുറച്ച് റോഡുകളോ അതും ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ചെയ്തു പോയിൻ്റെ ബാക്കിയായിരിക്കാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ആളല്ല. എന്നാലും ആരെ കുറ്റപ്പെടുന്നില്ല, എന്നാലും കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെടേണ്ടതുണ്ട്. പക്ഷെ ചെയ്തത് ഒരു 85% നല്ല കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പം നമ്മുടെ ഇപ്പോൾ കോർപ്പറേഷൻ BJP ആണ് ഭരിക്കുന്നത്, എല്ലാവർക്കും സ്വാഭാവികമായിട്ടും അറിയാം. അത് വന്നതിന് ശേഷം ഈ ആറ്റുകാൽ പൊങ്കാല വളരെ ഭംഗിയായിട്ട് നടത്താൻ അവർ ശ്രമിക്കുന്നില്ലേ? ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അത് 100% അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കോർപ്പറേഷൻ ശ്രമിക്കുന്നുണ്ട്. അത് പറഞ്ഞു വെക്കുകയുള്ളൂ. എല്ലാവിധ സൗകര്യങ്ങളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ കോർപ്പറേഷൻ അതിൻ്റെ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. പിന്നെ പൊങ്കാലയ്ക്ക് ഫുഡുണ്ടാക്കുന്ന ആളാണ്, എനിക്കറിയാം ഈ ഭാഗത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഓരോ വർഷത്തെ വേരിയേഷൻസും ഒക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മികച്ച രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ പറഞ്ഞു വെക്കുകയുള്ളൂ. അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്. പഴയ ഇടത് സർക്കാർ ഭരിച്ചതിനെക്കാട്ടിലും നന്നായിട്ട് ചെയ്യുന്നില്ലേ അവർ? തീർച്ചയായിട്ടും അത് ഓക്കെ. മുൻ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത പോലെ ഈ വർഷം സമീപ ദിവസങ്ങളിലായിട്ട് വെള്ളത്തിൻ്റെ കുറേയധികം പ്രശ്നങ്ങൾ നമ്മൾ ഭക്തരായാലും ഇപ്പോൾ ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. ഇപ്പം നിലവിൽ എന്താണ് അവസ്ഥ? ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ 14 വർഷമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ 10,000 പേർക്കുള്ള അന്നദാനവും മറ്റു പരിപാടിയും. ക്ഷേത്രത്തിൽ വരുന്ന ഈ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി, വെള്ളത്തിനായിരുന്നാലും കറണ്ടിനാണെങ്കിൽ തന്നെയും ദേവസ്വം ബോർഡിൻ്റെ കറണ്ടിന് നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടാതിരിക്കുകയും വെള്ളത്തിന് വളരെ ലേറ്റായിട്ട് തരുന്ന ഒരു മാനസികമായിട്ട് വളരെ ടെൻഷൻ പിടിക്കുന്ന സമയത്താണ് വെള്ളം തന്നെ എത്തുന്നത്. അതേസമയം ഈ വർഷം ഞങ്ങൾക്ക് അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളും വന്നിട്ടില്ല. ഒരു ദിവസം മുന്നേ തന്നെ ഇഷ്ടം പോലെ വെള്ളം, അതായത് 25,000 ലിറ്റർ വെള്ളത്തും ഇവിടെ നമ്മൾ അഡ്വാൻസ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മേയർ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലീനിങ് സംവിധാനം 2 ദിവസം മുന്നേ തന്നെ ചെയ്തു. ഈ പരിസരത്ത് കാലങ്ങളായി ഇരുട്ടായി കിടക്കുകയായിരുന്നു. കാരണം നിയമസഭ വരുന്ന പരിസരങ്ങളാണ്, വികാസമല്ല വരുന്ന ദിവസം രാത്രി കാലങ്ങളിലൊക്കെ സാമൂഹിക വിരുദ്ധ ശല്യം ഉണ്ടായിരുന്നു. കുറേ കാലം കൊണ്ട് ഇരുട്ടായി കിടന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് മേയറെ കണ്ട് ഒരു നിവേദനം കൊടുത്ത് അടിയന്തരമായിട്ട് തന്നെ ഇവിടെ 9 പോസ്റ്റ് അടിയന്തരമായിട്ട് കൗൺസിലറുടെ അതിനിടപെട്ട് കൗൺസിലർ അപ്പോൾ തന്നെ അതിനുള്ള പരിഹാരം കണ്ട് 9 പോസ്റ്റ് ഇട്ട് ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനം ലൈറ്റ് ഇട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇപ്പം ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും പൊങ്കാലയോടനുബന്ധിച്ച് നമുക്ക് ഇതുവരെ ഇല്ല.
ഞങ്ങൾ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഏകദേശം 10 വർഷത്തോളമായി ഇടത് സർക്കാർ ഭരിച്ചിട്ട് പോലും കിട്ടാത്ത ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം മാനസികമായിട്ട് ഭയങ്കര ഒരു ഇതാണ്. ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ ഉത്സവ സമയത്ത് കിട്ടുന്നുണ്ട്. BJP കോർപ്പറേഷൻ വന്നതിന് ശേഷം എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം ഇവിടെ മാത്രമല്ല തിരുവനന്തപുരം സിറ്റി മുഴുവൻ നല്ല രീതിയിൽ പൊങ്കാലയും പിന്നെ സേവാഭാരതിയുടെ എല്ലാ മറ്റുള്ള സന്നദ്ധ സംഘടനകളിലെ എല്ലാവരുടെയും നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ ഈ ലൈറ്റിൻ്റെ പ്രശ്നം ഈ വികാസ് ഭവൻ ഉണ്ടായിട്ട് വർഷങ്ങളായതാണ്. പക്ഷേ ഇതുവരെയ്ക്ക് ഇവിടെ ഒരു ലൈറ്റില്ല, ഇരുട്ട് അടിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഈ റോഡിൽ പല ഇത് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കൗൺസിലർ ആണ്, ഇതാണ് മേരി പുഷ്പം എന്ന് പറയുന്ന കൗൺസിലർ. പുള്ളിക്കാരിയുടെ അടുത്ത് ഞങ്ങൾ ചെന്ന് ആവശ്യപ്പെട്ട് ഇന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് പുള്ളിക്കാരി അടിയന്തരമായിട്ട് ചെയ്ത്, പക്ഷേ കൗൺസിലിൽ വന്ന് നമ്മുടെ മേയർ അത് പാസ്സാക്കി തന്ന്, നമ്മുടെ ബില്ല് പാസ്സാക്കിയതിൻ്റെ പുറത്ത് ഒരാഴ്ച കൊണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം നടന്നു. ഇന്നലെ ലൈറ്റിട്ട് ഇവിടെ ഇപ്പോൾ വെളിച്ചമായി. പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു രീതിയിലും മേയർ പറഞ്ഞിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും അതിന് വേണ്ടത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതുവരെയ്ക്കും അങ്ങനെ വെള്ളത്തിന് ഈ പ്രാവശ്യം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട്, എല്ലാ സൗകര്യവും. പിന്നെ എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളുടെ കൂടെ ഉള്ള സംഘടനകളും ഇതാണ് കൗൺസിലർ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിഗംഭീരമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങളുടെ കോർപ്പറേഷൻ ഭരണം മാറിയപ്പോഴത്തേനും എല്ലാം മാറിയപ്പോൾ ആകെ എല്ലാത്തിലും മാറി വന്ന് നല്ല മേയർക്കും ഡെപ്യൂട്ടി മേയറാണ് ഞങ്ങളിത് ഉദ്ഘാടനം ചെയ്ത്. മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ഞങ്ങളുടെ വളരെ എന്ത് പറയണമെന്ന് അറിയില്ല, ആ രീതിയിൽ ഞങ്ങളുടെ ഈ ആറ്റുകാൽ പൊങ്കാല അതിഗംഭീരമാക്കി തന്നു. ഇതിന് മുന്നിലുള്ള മേയർമാർ ചെയ്തത് അല്ല, ആ രീതിയല്ല ഇപ്പോഴത്തെ ഇത്. വളരെ ഗംഭീരമായിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ ആശ്വാസം എന്ന് പറഞ്ഞ സംഘടന വന്നതിന് ശേഷം ഈ അമ്പലവും പരിസരങ്ങളും നല്ല രീതിയിലായിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഈ പുതിയ കോർപ്പറേഷൻ ഭരണസമിതികൾ കയറിയതിന് ശേഷമാണ് ഇവിടെ ഒരു ലൈറ്റ് പോലും കംപ്ലീറ്റ് ഇരുട്ടായിരുന്നു ഈ ഭാഗത്ത്. ഇപ്പോഴത്തെ കോർപ്പറേഷൻ്റെ BV രാജേഷ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള മേരി പുഷ്പം മാഡം ഉണ്ടല്ലോ ഇപ്പം പറഞ്ഞത്, ആ മാഡമാണ് അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ ലൈറ്റും കാര്യങ്ങളത്രയും ഇവിടെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഒന്നും ഒരു സഹായവും ഇല്ലാതെ ഈ ആശ്വാസം എന്ന് പറഞ്ഞ സംഘടന 12 വർഷം കഴിഞ്ഞ 14 വർഷം കൊണ്ട് തിരുവനന്തപുരം സിറ്റിക്കകത്ത് ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള സംഘടനകൾ നടത്തുന്നതിനെക്കാട്ടി വിപുലമായ രീതിയിൽ ഇതിൻ്റെ ഭാരവാഹികൾ ചുമതലയുള്ളവർ നല്ല രീതിയിൽ ഒരു കറക്ഷൻ ഇതിൻ്റെ ഇല്ല. എല്ലാവരും ഇപ്പോൾ ഒരു ചായ നമ്മൾ ഒരു മെമ്പർ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്ന ആളുകൾക്ക് ആ മെമ്പറിൻ്റെ പൈസയിൽ നിന്നാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഇതിൽ നിന്ന് പൈസയൊന്നും അനാവശ്യമായിട്ടൊന്നും ചേരില്ല. പിന്നെ ഇതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ശ്രീ സുധാകരൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. എത്രത്തോളം ഭംഗിയാക്കാൻ അത് പറ്റുമോ അത്രയും ഭംഗിയാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മാഡം ഈ ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് ഈ പരിസരത്ത് നടക്കുന്ന അലങ്കാരങ്ങളും മറ്റു കാര്യങ്ങളും അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെ ഹനുമാൻ സ്വാമി ക്ഷേത്രം ഈ അസംബ്ലി ഹാളിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഹനുമാൻ ക്ഷേത്ര സന്നിധിയിൽ ഇത്രയും വിപുലമായ രീതിയിൽ ഒരു സംഘടനയും ചെയ്യില്ല. എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം, എത്ര പേർക്ക് വേണമെങ്കിലും ഇവിടുന്ന് ഭക്ഷണം നമ്മളിവിടുന്ന് ഓട്ടോറിക്ഷയിലൊക്കെ എത്താൻ ചില സ്ഥലങ്ങളിലൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാഹനങ്ങളിൽ നമ്മൾ കൊടുത്തു വിടാറുണ്ട്. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോഴത്തെ ഭരണം അവരുടെ പൂർണ്ണ പിന്തുണ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഈ കോർപ്പറേഷനെ അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ടുള്ള ചില വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അമ്പല പരിസരങ്ങളിൽ നിന്നും ചില യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്ത് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും വ്യാജ പ്രചരണം കൊണ്ടൊന്നും നാട്ടിലില്ല. ജനങ്ങളെല്ലാം വിദ്യാസമ്പന്നരാണ്. നമ്മുടെ ഇവിടെ വരുന്ന പൊതുജനങ്ങളുടെ പൈസ അകമഴിഞ്ഞ് സഹായിക്കുന്നൊന്നും പറയാതിരിക്കാൻ ഒക്കില്ല. നമ്മളെ ഈ അമ്പലത്തിൽ ഭഗവാനെ തൊഴാൻ വരുന്നവരെ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. വ്യാജ ഭരണം അത് CPMൻ്റെ ഭരണകാലത്ത് നടന്നുകൊണ്ടിരുന്നതാണ്. അല്ലാതെ അവർ അനാവശ്യങ്ങൾ പറഞ്ഞും മറ്റതൊക്കെ അവർ എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തെ നമുക്ക് വളരെ സന്തോഷം, ഈ വർഷം നമ്മൾ വളരെ സന്തോഷത്തിലാണ് എല്ലാവരും, ഭാരവാഹികൾ എല്ലാവരും. നമുക്ക് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത്രയും വർഷക്കാലമായി 10, 30, 45 വർഷക്കാലമായി CPM ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഭരണം വന്നതിന് ശേഷം നമ്മുടെ കൗൺസിലർ മേരി പുഷ്പം കോൺഗ്രസിൻ്റെ കൗൺസിലറാണ്. അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടായി ഇത്രയും സ്ട്രീറ്റ് ലൈറ്റ്
ഈ വികാസ് ഭവൻ ഓഫീസ് തൊട്ടടുത്ത് കിടക്കുകയാണ്. അവരെ കൊണ്ടുപോലും ഇത് ഇത്രയും സ്വീറ്റ് ഡേറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. നമ്മൾ കൗൺസിലർക്ക് പറഞ്ഞ ഉടനെ അവർ ആ സമയത്ത് തന്നെ എ വിളിച്ചു പറഞ്ഞു. ഇവിടെ വന്നു ഒരു എസ്റ്റിമേറ്റ് ഇട്ടു. അത് കഴിഞ്ഞ് അത് നേരെ കണ്ടോൺമെൻറ്റ് സെക്ഷനിൽ പോയി, നേരെ കോർപ്പറേഷൻ പോയി, അവർ ഫണ്ട് അനുവദിച്ചു. ഇത്രയും നോക്കണം. അങ്ങനെ അറ്റം കഴിഞ്ഞിട്ട് ബസ്സിലേക്ക് ഇട്ടു. അതാണ് നമ്മൾ ആവശ്യം. ഈ അൽമാരി ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാധീനമായ കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം ഇവർ അതിനകത്തുനിന്ന് ഇത് കറണ്ട് പോലും തരാൻ വിസമ്മതിച്ചവരാണ്. ജനറേറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. അതൊക്കെയാണ് നമ്മൾ ഈ വർഷം നല്ലൊരു സ്വാധീനം നമുക്കുണ്ട്. അത് ഇനി അടുത്ത വർഷം ഇതിനേക്കാളും നല്ല രീതിയിൽ നടക്കണമെന്നാണ് നമ്മുടെ ഈ സംഘടനയുടെ ആവശ്യം. ഈ 2 മാസം ഇപ്പം BJP സർക്കാർ കയറിയിട്ടാകുന്നുള്ളൂ. അതിനേക്കാളും ഗംഭീരമായിട്ടല്ലേ അവരിപ്പോൾ എല്ലാം ചെയ്തിരിക്കുന്നത്. അതെ. അത് നമ്മൾ ഇപ്പോൾ ഈ വാർഡിലെ കൗൺസിലർ നമുക്ക് അകംവെളിഞ്ഞ സഹായം അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒരു പുരോഗമനമായ രീതിയിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ഇത്രയും നടക്കാനുള്ള കാരണം. വന്നതായി ഇപ്പോൾ കൗൺസിലർ അങ്ങോട്ട് പോയതേ ഉള്ളൂ. കൗൺസിലറെ വേണമെങ്കിൽ നമുക്ക് വിളിച്ച് സംസാരിക്കാം.